ഇത് ലംഘിക്കാവുന്ന ഏറ്റവും ചെറിയ ചട്ടമാണ്. ഞാനൊരു അഭിപ്രായം പറഞ്ഞു, അത് പിന്നെ ഗവൺമെന്റിലെ ഒരു സംഗതി ഒരു പിന്നെ പ്രസിഡന്റിനെതിരായി പോയി. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഐ ക്യാൻ ബി പണിഷ്ഡ്. ദി സിവിയറസ്റ്റ് പണിഷ്മെന്റ് ക്യാൻ ബി ടു ഡിസ്മിസ് മീ ഫ്രം ദ സർവീസ്. ഐ എം സെയിങ് പ്ലീസ് ഡിസ്മിസ് മീ. Then why should you be worried about it? That's the end of the matter. അതിനെപ്പറ്റി പൊതുസമൂഹം എന്തിനാ ചർച്ച ചെയ്യുന്നത്? പക്ഷേ തിരുവനന്തപുരത്തെ പത്രക്കാർക്ക് മുഴുവൻ എന്നെ ചട്ടലംഘകനാക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ 28 വർഷം സർവീസ് പൂർത്തിയാക്കിയ ആളാണ്. എനിക്കിനി കേരളത്തിൽ ഈ സർവീസിൽ ഒരു പ്രൊമോഷൻ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് സർക്കാരിനെ അങ്ങനെ വിമർശിച്ചിട്ട് പോഡ്കാസ്റ്റോ പത്രത്തിൽ എഴുതുകയോ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ചാർജ് വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ വളരെ നമുക്ക് ലെറ്റസ് ടോക്ക് അബൌട്ട് കോൺക്രീറ്റ് തിങ്സ്, റൈറ്റ്? ലെറ്റസ് ടോക്ക്. ഞങ്ങളൊക്കെ പോളിസി മേക്കിംഗ് റോൾസിലാണെന്നാണ് വെപ്പ്. ആൻഡ് വി ഷുഡ് ഗെറ്റ് ഇൻ ടു ദ ബുക്ക് ലീവിംഗ് ദിസ് ചട്ടം എപ്പാർട്ട്. ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ഇഷ്യൂ. ചട്ടം ലംഘിച്ചു. പ്രശാന്ത് IAS ബി അശോക് IAS സർവീസിൽ നീക്കം ചെയ്തു. ഡസ് ഇറ്റ് എഫക്ട് എനി ഓഫ് യു? ഞങ്ങളുടെ ഫാമിലീസിനെ എഫക്ട് ചെയ്യും. എനിക്കിതുകൊണ്ട് ഒരു ചുക്കുമില്ല. എനിക്ക് ഭാഗ്യവശാൽ ഭൂസ്വത്തുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ 50% ഇപ്പോഴത്തെ മാർക്കറ്റ് നിരക്ക് എഴുതി വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് എനിക്ക് വലിയ സൗകര്യമായിട്ട് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇയാൾ 1.5 വർഷമായിട്ട് ജോലി ചെയ്യാതെ ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് 100% ശമ്പളമുണ്ട്. ഏറ്റവും വലിയ തമാശ എന്തെന്നറിയോ? ഇയാൾ IAS ജോയിൻ ചെയ്തപ്പോൾ ഇയാൾ റിപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്താണ്. ഞാനായിരുന്നു ഇങ്ങനെ ട്രെയിനിങ് ഡയറക്ടർ. ഇവിടെ പറഞ്ഞതുപോലെ അങ്ങനെ ആദ്യം സസ്പെൻഷൻ മേടിച്ചു. അത് എൻ്റെ വകുപ്പിൽ നിന്ന് തന്നെ. അപ്പോൾ എന്തായാലും തമാശ എന്നാലോചിച്ചാൽ അയാൾ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ ഫയലുകൾ, എൻ്റെ ഫയലുകൾ 40 ഏതാണ്ട് 120 അയാൾക്ക് ശമ്പളം വീട്ടിൽ കൊടുക്കും. എനിക്ക് 1 രൂപ പോലും മെച്ചവുമില്ല. അങ്ങനെ ചെയ്ത് വന്ന് ഇപ്പം എനിക്കത് ശിഷ്യനാൽ പ്രേരിതമായി ഞാൻ സസ്പെൻഷൻ മേടിച്ചു. എപ്പോഴാണ് എനിക്കൊരു സൗകര്യം വന്നത്. അപ്പോൾ രാവിലെ ഇപ്പം കഴിഞ്ഞ ദിവസം ഭാര്യ വീട്ടിലോട്ട് വന്ന് എന്നോട് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കാണെന്ന് ചോദിച്ചു. നമ്മൾ ഇപ്പോഴെന്തോന്ന് തിരക്ക് മനസ്സിലാക്കി തന്നില്ലേ? അതിലൊന്നും പെട്ടുപോയി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ദ പബ്ലിക്, my message is please stop worrying about our personal futures.